കഴിഞ്ഞ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ദൃശ്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ വെച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്ക് പാർലെയുടെ മെലഡി മിഠായി സമ്മാനിക്കുന്ന ദൃശ്യമാണത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഈ വീഡിയോ കണ്ടതും ഷെയർ ചെയ്തതും. എന്നാൽ ഈ വൈറൽ വീഡിയോയെ മുൻനിർത്തി രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രി ഇറ്റലിയിൽ പോയി മിഠായി വിതരണം ചെയ്യുന്ന തിരക്കിലാണെന്നും സാധാരണ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ പ്രധാനമന്ത്രി ചിരിച്ചുകൊണ്ട് റീലുകൾ ഉണ്ടാക്കുകയാണെന്നുമാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചത്. ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തുന്ന വിദേശ സന്ദർശനങ്ങൾ വെറുമൊരു റീൽസ് ചെയ്യാനോ സോഷ്യൽ മീഡിയയിൽ കയ്യടി വാങ്ങാനോ വേണ്ടിയുള്ളതാണോ? ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുമായി ഒപ്പുവെക്കുന്ന ശതകോടികളുടെ വികസന കരാറുകളെ വെറും ഒരു മിഠായി വിതരണ പ്രഹസനമായി കണ്ട് തള്ളിക്കളയാൻ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നത്? എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുക എന്ന രാഷ്ട്രീയ അജണ്ടയ്ക്കപ്പുറം ഈ യാത്രകൾ കൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് എന്ത് ഗുണമാണുണ്ടായതെന്ന് പഠിക്കാൻ രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ മെയ് 15 മുതൽ മെയ് 20 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും നിർണായകമായ 5 രാജ്യങ്ങളിലാണ് മിന്നൽ സന്ദർശനം നടത്തിയത്. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ ഭരണത്തലവരുമായി അദ്ദേഹം നടത്തിയ ചർച്ചകളും ഒപ്പുവെച്ച കരാറുകളും ഇന്ത്യയുടെ വരും ദശാബ്ദങ്ങളിലെ വികസനത്തെയാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. എന്താണ് ഈ സന്ദർശനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം? ഓരോ രാജ്യത്തു നിന്നും ഇന്ത്യക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്ക് ഈ യാത്രയുടെ ആദ്യ ദിവസമായ മെയ് 15 മുതൽ കാര്യങ്ങൾ പരിശോധിക്കാം. പ്രധാനമന്ത്രി തന്റെ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ പങ്കാളിയായ UAEയിൽ നിന്നാണ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നടത്തിയ ചർച്ചകൾ വെറുമൊരു സൗഹൃദ പുതുക്കൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് വീടുകളിലേക്കും വ്യവസായങ്ങളിലേക്കും ആവശ്യമായ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്ന LNG സംഭരണവുമായി ബന്ധപ്പെട്ട ദീർഘകാല കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. കൂടാതെ കപ്പൽ നിർമ്മാണ മേഖലയിലും ഇന്ത്യയിലെ യുവാക്കൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ ഉയർന്ന തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനും ഈ ഒരൊറ്റ ദിവസം കൊണ്ട് സാധിച്ചു. യാത്രയുടെ രണ്ടാം ഘട്ടമായി മെയ് 16 പ്രധാനമന്ത്രി സന്ദർശിച്ചത് യൂറോപ്പിലെ 2 വലിയ വ്യവസായ ശക്തികളായ നെതർലൻഡ്സ് ആണ്. ഇന്ന് ലോകം മുഴുവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചിപ്പുകളുടെ ക്ഷാമം. നമ്മുടെ മൊബൈൽ ഫോൺ മുതൽ കാറുകളിൽ വരെ ഉപയോഗിക്കുന്ന ഈ ചിപ്പുകൾ നിർമ്മിക്കുന്നതിൽ ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് നെതർലൻഡ്സ്. നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റിനുമായി മോദി നടത്തിയ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയെ ഒരു ആഗോള ചിപ്പ് നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്നതായിരുന്നു. ഇതിന്റെ ഫലമായി വലിയ നിക്ഷേപങ്ങളാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ഇനി തൊട്ടടുത്ത ദിവസം, അതായത് മെയ് 17-18 സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേനുമായി കൂടിക്കാഴ്ച നടത്തി. അവിടെ വെച്ച് യൂറോപ്പിലെ വമ്പൻ വ്യവസായ പ്രമുഖർ പങ്കെടുത്ത വലിയൊരു യോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുകയും ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകൾ അവർക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയും ചെയ്തു. ഹരിത ഊർജം, അത്യാധുനിക ഫാക്ടറികൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ഈ സന്ദർശനം വഴി സ്വീഡൻ ഇന്ത്യക്ക് നൽകിയത്. വെറും ഒരു ദിവസം കൊണ്ട് യൂറോപ്പിലെ വ്യവസായ ഭീമന്മാരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞത് ചെറിയൊരു കാര്യമല്ല എന്ന് വിമർശകർ മനസ്സിലാക്കണം. ഇനി മെയ് 19 ചരിത്രപരമായ ഒരു നയതന്ത്ര നീക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ 43 വർഷത്തിനിടയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും നോർവേ സന്ദർശിച്ചിട്ടില്ല എന്ന വലിയൊരു പോരാട്ടത്തിനാണ് നരേന്ദ്രമോദി വിരാമമിട്ടത്. ശുദ്ധ ഊർജവും പ്രതിരോധ സഹകരണവും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. യാത്രയുടെ അവസാന ഘട്ടമായ മെയ് 20 ഇറ്റലിയിലാണ് എത്തുന്നത്. രാഹുൽ ഗാന്ധി പരിഹസിച്ച ആ ഇറ്റലി സന്ദർശനത്തിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഒപ്പുവെച്ച പ്രധാന കരാറുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? റോമിലെ പര്യടനം അവസാനിപ്പിച്ചുകൊണ്ട് മോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഉഭയകക്ഷി ബന്ധങ്ങളെ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ സമ്മതിച്ചു. സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാർ ആഘോഷിച്ച ആ മിഠായി വീഡിയോയ്ക്ക് പിന്നിൽ യൂറോപ്പിലെ ഒരു വൻ ശക്തിയെ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയാക്കി മാറ്റിയ കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട്. ഇനി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലേക്ക് വരാം. രാജ്യം വലിയൊരു സാമ്പത്തിക കൊടുങ്കാറ്റിലേക്ക് നീങ്ങുകയാണെന്നാണല്ലോ അദ്ദേഹത്തിന്റെ
വാദം നമുക്ക് രാഷ്ട്രീയ പ്രസ്താവനകൾ മാറ്റിവെച്ച് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും പുറത്തുവിട്ട കൃത്യമായ ആഗോള സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കാം. ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം വികസിത രാജ്യങ്ങളും അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സാമ്പത്തിക ശക്തിയായി നിലകൊള്ളുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നടത്തുന്ന ഇത്തരം വിദേശ യാത്രകൾ വഴി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങളാണ് രാജ്യത്തെ വ്യവസായങ്ങൾ പൂട്ടാതെ സൂക്ഷിക്കുന്നതും യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകുന്നതും. നമ്മുടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിൽ നല്ല വിലയ്ക്ക് വിറ്റഴിക്കാനുള്ള അവസരങ്ങളാണ് ഈ കരാറുകൾ വഴി തുറക്കപ്പെടുന്നത്. ഇതൊന്നും കാണാതെ വെറും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാജ്യം തകർച്ചയിലാണെന്ന് നുണ പ്രചരിപ്പിക്കുന്നത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവിന് ചേർന്നതാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ സർക്കാരിന്റെ വീഴ്ചകളെയും വിലക്കയറ്റത്തെയും വിമർശിക്കാനുള്ള പൂർണ്ണ അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും നയതന്ത്ര വിജയങ്ങളെയും വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അളക്കുന്നത് എത്രത്തോളം ശരിയാണ്? മെയ് 15 മുതൽ 20 വരെ പ്രധാനമന്ത്രി നടത്തിയ യാത്രകൾ വ്യക്തിപരമായ ആഡംബരത്തിനല്ല, മറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതം എന്ന രാജ്യത്തിന്റെ തല ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ന് ഇന്ത്യക്ക് ലഭിക്കുന്ന ഈ വലിയ ആദരവിന് പിന്നിൽ ഈ ശക്തമായ വിദേശ നയം തന്നെയാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. വിമർശിക്കുന്നവർക്ക് ഇനിയും എന്തും വിമർശിക്കാം. കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പലരും ആക്ഷേപിക്കുന്നത് പോലെ വെറുതെ കറങ്ങി നടക്കാനോ വിദേശ യാത്രയ്ക്കോ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ഭാരതത്തിന്റെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാനും വരും തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കാനും വേണ്ടിയുള്ള നിരന്തരമായ ഓട്ടത്തിലാണ് അദ്ദേഹം. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ എന്നൊരു സാമ്പത്തിക ശക്തിയായി തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഈ പറയുന്ന ഓട്ടവും കഠിനാധ്വാനവും തന്നെയല്ലേ ഉള്ളത്? രാഷ്ട്രീയമായ എതിർപ്പുകളാകാം, പക്ഷേ അത് രാജ്യത്തിന്റെ വികസനത്തെയും അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ വിജയങ്ങളെയും ചെറുതാക്കി കാണിച്ചുകൊണ്ടാകരുത്. ഇനി ഇവിടെ ഒരു സാധാരണക്കാരൻ ചോദിച്ചേക്കാം, ഈ വിദേശ രാജ്യങ്ങളിലെ വലിയ വലിയ മീറ്റിങ്ങുകളും കോടികളുടെ കരാറുകളും കൊണ്ട് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് എന്താണ് നേട്ടമെന്ന്. നമുക്ക് വളരെ ലളിതമായി അതൊന്ന് പരിശോധിക്കാം. ആദ്യത്തേത് തൊഴിലവസരങ്ങളാണ്. ഇന്ത്യയിൽ ഇന്ന് ലക്ഷക്കണക്കിന് എഞ്ചിനീയറിംഗ് IT ബിരുദധാരികളായ യുവാക്കളുണ്ട്. പ്രധാനമന്ത്രി വിദേശത്ത് പോയി സെമി കണ്ടക്ടർ കമ്പനികളും AI പദ്ധതികളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഫാക്ടറികൾ സ്ഥാപിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ്. ഇതിലൂടെ വിദേശത്ത് പോകാതെ തന്നെ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേത് കർഷകരും ചെറുകിട വ്യാപാരികളുമാണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായും UAEയുമായും ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പുവെക്കുമ്പോൾ ഇന്ത്യയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളും യാതൊരുവിധ അധിക നികുതിയുമില്ലാതെ വിദേശ വിപണികളിലേക്ക് കയറ്റി അയക്കാൻ സാധിക്കുകയാണ്. ഇതിലൂടെ ഇന്ത്യൻ കർഷകന് വലിയ ലാഭമാണ് ലഭിക്കുന്നത്. ഒരു വശത്ത് ഉറക്കമില്ലാത്ത രാത്രികളും മണിക്കൂറുകൾ നീണ്ട വിമാനയാത്രകളും താണ്ടി ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളെ മുഴുവൻ ഇന്ത്യയുടെ വികസന പങ്കാളികളാക്കാൻ ഓടി നടന്ന് അധ്വാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി. മറുവശത്ത് ആ യാത്രയുടെ ആഴമോ അതിലൂടെ രാജ്യത്തിന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടങ്ങളോ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ സോഷ്യൽ മീഡിയയിലെ ഒരു മിഠായി വീഡിയോയുടെയും ട്രോളുകളുടെയും പുറകെ നടന്ന് അതിനെ പരിഹസിക്കാൻ മാത്രം സമയം കണ്ടെത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഈ രണ്ട് രാഷ്ട്രീയ ശൈലികളിൽ ഏതാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമെന്ന് ഓരോ പൗരനും സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. വസ്തുതകൾ ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഇത്തരം കടുത്ത വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും ഒരു ജനത എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിദേശ രാജ്യങ്ങളുമായുള്ള ഈ തന്ത്രപ്രധാന കരാറുകൾ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.